ഇന്നത്തെ എൻ്റെ റെസിപ്പി മട്ടൻ വെച്ചിട്ട് നമ്മളെ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടൻ എടുത്തിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഞാൻ കാണിച്ച വെജീസൊക്കെ ഇട്ടെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. വെജീസും മട്ടനും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം മട്ടൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കുക. മട്ടൻ അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങൻ്റെ ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പൈസൊന്നും ചേർക്കാണ്ട് വറുത്ത് മാറ്റി വെക്കുക. അതേ ടൈം തന്നെ നമ്മളെ മട്ടനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പൈസച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പൈസച്ച് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല, പെരിഞ്ജീരകപ്പൊടി, ഇത്രയും പൈസച്ചാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേവിയൊക്കെ വറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ് കേട്ടോ. അതിനുശേഷം ഫൈനലായിട്ട് നമ്മൾ മല്ലിയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ കറി താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള കറിവേപ്പിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വന്നിട്ടാകുമ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ടാകുമ്പോൾ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അതുപോലെ പാർട്ടികളിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ മട്ടൻ തന്നെ വേണമെന്നില്ല, ബീഫ് വെച്ചിട്ടും ഇതുപോലെ നമുക്ക് കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മട്ടൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഗീ റൈസാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം മട്ടനും ബീഫൊക്കെ കിട്ടിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മട്ടൻ തന്നെ വേണമെന്നില്ല, ബീഫ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചാണ് കേട്ടോ. നല്ല ഗീ റൈസും മട്ടൻ കറിയും ചമ്മന്തിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് മട്ടൻ കറിയും ഗീ റൈസും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.